നമ്മളടുത്ത് 12 മണിക്കൂർ കൊക്കക്കോളക്കകത്ത് കിടക്കാൻ പോയിട്ട് എന്ത് സംഭവിക്കും അറിയാനായിട്ട്. കൊക്കക്കോള വാങ്ങാൻ പോയതുകൊണ്ട് ചലഞ്ച് തീരുന്നതുവരെയും പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ വിറ്റ് പോകൂല, അതുകൊണ്ട് ആരും വാങ്ങൂലെന്നാണ് പറയുന്നത്. ഇപ്പൊ കൊക്കക്കോള കിട്ടാൻ തന്നെ ഒരുപാട് ടൈം ആവുമെന്ന് തോന്നുന്നു. 32 സബ്സ്ക്രൈബേഴ്സും വെച്ചോണ്ട് നീ 5000 രൂപ എക്സ്പെൻസിൽ നീ ഒരു വീഡിയോ ചെയ്യണം, ചലഞ്ച് ചെയ്യണം. ഒരു സെൻസ് തോന്നണില്ല. പൈസ ഇല്ലാത്ത കോണ്ടന്റ് ചെയ്യാലോ. എന്തോരം ആൾക്കാർ എന്തോരം ചെയ്യണം. ഇങ്ങനെ കിടന്നിട്ടില്ല, നടുവൊക്കെ നല്ല വേദന. നീ കട ബാക്കി നമ്മളെ പൊട്ടി ചീത്ത. അപ്പൊ ഇത് പറ, മറ്റേ ഔട്ട്ഫിറ്റ് ചേഞ്ച് കേട്ടാ. ഞാൻ ഈ ഔട്ട്ഫിറ്റ് വാങ്ങിച്ചിട്ട് ചാടിയിട്ട് അവൻ മാറട്ടാ ചാടിയിട്ട് ഏറി പോകുമ്പോ വേറെ ഔട്ട്ഫിറ്റ് തിരിച്ചു വരുമ്പോ വേറെ ഔട്ട്ഫിറ്റ്. ട്രാൻസിഷൻ ഓക്കെ ഓക്കെ അല്ലേ? കരട്ടെ അവിടെ കിടന്നു ഒരു ചെറിയൊരു ചൂടാവണോ ദേഹത്തൂടെ കഴിച്ചു ചൂടാവണോ പതപ്പിച്ച് അടിച്ച് കയറ്റിക്കൂടെ അച്ചു. അയ്യോ ഒരു കാര്യം ചെയ്തില്ല, തലയിൽ ക്യാപ്പിട്ടില്ല. പിന്നെ തലയിൽ ക്യാപ്പിടണ വരുന്നു. ക്യാപ്പ് എവിടെ ഇരിക്കുന്നു? ബാഗില് ക്യാപ്പ് എടുത്തല്ലോ, ഒരു സ്വിമ്മിങ് ക്യാപ്പ്. കുളിക്കാൻ കിട്ടിയ ഭാഗ്യ. കുപ്പി അടവ്. കൊക്കക്കോള ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ കൊക്കക്കോള ടേസ്റ്റ് ഇല്ലേ? അംബാനി പോലും ഇങ്ങനെ കുളിച്ചിട്ടുണ്ടാവൂല. കൊക്കക്കോളയുടെ മുതലാളി ഇങ്ങനെ കുളിച്ചിട്ടുണ്ടാവൂല. മുതലാളി ആരാ? ഇത് കണ്ടിട്ട് കൊക്കക്കോളയ്ക്ക് വേണേൽ നമ്മളെ സ്പോൺസർ ചെയ്യാം ഈ വീഡിയോയ്ക്ക്. തരും. കൊക്കക്കോളയൊക്കെ ദോഷമാണ്, കുടിക്കല്ലേ, ഏറ്റവും അൺഹെൽത്തി ആണെന്നാണ് പറയുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴ് ചെറിയൊരു പൊള്ളൽ ഫീൽ പോലെ ഉണ്ട്. കുഴപ്പമില്ലായിരിക്കുമല്ലേ? ഇത്രയും പൈസ ചെലവാക്കിയിട്ട് എന്താണ് ഉപകാരം എന്ന് എനിക്ക് മനസ്സിലാവും. ഇതിപ്പോ മനസ്സിലാവില്ല, ഒരു ഉറപ്പായിട്ടും. കുറച്ച് കാലമായിട്ട് നീ ഇതിന്റെ പിറകെ ആയതുകൊണ്ട് നിനക്ക് കുറച്ചുകൂടെ ഒക്കെ ഐഡിയ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ നീ അത്ര പ്രിപ്പയർഡ് അല്ല, അത്ര ഐഡിയ ഇല്ല. എനിക്ക് തോന്നണാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നണം. എനിക്ക് തോന്നിയ കാര്യം ഞാൻ മൊത്തത്തിൽ പറയും. എന്താണ് തോന്നിയ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞത്. എന്തോന്ന് 32 സബ്സ്ക്രൈബേഴ്സും വെച്ചോണ്ട് നീ 5000 രൂപ എക്സ്പെൻസിൽ നീ ഒരു വീഡിയോ ചെയ്യണം, ചലഞ്ച് ചെയ്യണം. എനിക്കതിലൊരു സെൻസ് തോന്നണില്ല, അത്ര പ്രാക്ടിക്കാലിറ്റി തോന്നണില്ല. അതിൽ 6 സബ്സ്ക്രൈബേഴ്സ് ആണ്. 9 പേര് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നീ ഒരുപാട് എക്സൈറ്റഡ് ആണ്, ഒരുപാട് എഫേർട്ടൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാം ഓക്കെ. പക്ഷേ കുറേ ഒന്നും എനിക്ക് സെൻസ്. പക്ഷേ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ടല്ലേ മൈരി ഇവിടെ വന്ന് വെയിലെത്തിക്കണം. ആർക്കും സെൻസ് തോന്നുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ എനിക്ക് സെൻസ് ഉണ്ട്. കേൾക്കുമ്പോൾ ഇമ്പം തോന്നണം. 12 മണിക്കൂർ കൊക്കക്കോളയിൽ കിടക്കണമെന്നായിരുന്നു. 24 മണിക്കൂറായിരുന്നു. അതിനെ ഞാൻ 12 മണിക്കൂർ ആക്കിയത്. സെൻസ് തോന്നാത്ത നന്ദുവിൻ്റെ കൂടെ സെൻസ് തോന്നിയ ഞാനും. ഒരിക്കൽ സെൻസ് വരും ഇതൊക്കെ. ഇതുവരെ ഇത് എന്റർടൈനിങ് ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ പേഴ്സണലായി. ഓരോ കുപ്പിയിലും 10000 രൂപ വില പറഞ്ഞ മറ്റേ വൗച്ചർ സുഖി കിട്ടും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്ക്, എന്തോന്ന് കൊക്കക്കോളയ്ക്ക് മെസ്സേജ് അയച്ച്. ഇത് വീഡിയോ കൂടെ തയ്ച്ചു കൊടുത്താലോ? എന്തോന്നു എങ്ങനെയെങ്കിലും കൊക്കക്കോളയുടെ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചു കിടങ്ങുമെന്നും പറഞ്ഞാണ് കിച്ചു കിടക്കുന്ന. വീഡിയോ വയ്ക്കാം. വീഡിയോ
Hi, my name is Agil. This is full tub of Coca-Cola, and I'm spending next 12 hours in it. Hi, my name is Agil. This is full. ഇങ്ങോട്ട് അത് കാണിച്ചേ, ഇങ്ങോട്ട് കാണിച്ചേ. അയ്യോ അത് പോയാടാ. അല്ല നീ മെസ്സേജ് അയച്ച ചാറ്റ് കാണിക്കും. വീഡിയോ ആയിട്ടാണ് പോയത്. അല്ലാതെ വീഡിയോ എടുത്തിട്ടായി കിട്ടാ, അതാകുമ്പോൾ സ്ക്രീനിൽ കിട്ടും. ഹായ് മൈ നെയിം ഇസ് അഖിൽ ആൻഡ് ഒന്നുകൂടെ ഹായ് മൈ നെയിം ഹായ് മൈ നെയിം ഇസ് അഖിൽ ആൻഡ് ദിസ് ഈസ് ഫുൾ ടബ് ഓഫ് കൊക്കക്കോള ആൻഡ് ഐ എം സ്പെൻഡിങ് നെക്സ്റ്റ് 12 hours in it. Full Coca-Cola. My cameraman. Hi. Hello. കാണി വീഡിയോ കാണിക്ക്, ചാറ്റ് കാണിക്ക്. മറ്റേ അവർ കൂടെ അയ്യ ആർക്ക്? കൊക്കക്കോള, റിയൽ കൊക്കക്കോള 3.3 മില്യൺ ഫോളോവേഴ്സ് ഉള്ളത്. എന്താണെന്ന് അറിഞ്ഞൂടാ, വിറയ്ക്കണ ഞാൻ. ഇതിപ്പോൾ എത്ര സമയമായി? 5 മണിക്കൂറാവുന്നു. എത്ര മിനിറ്റ് കൂടെ? 5 മണിക്കൂറാവും. എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 8 മിനിറ്റ് കൂടെ കയ്യില. 5 മണിക്കൂറാവും. വിറയ്ക്കണ്ടോ? കുറച്ച് തല ഫുള്ള് മുങ്ങി അങ്ങടി. തല മുക്കി കഴിഞ്ഞാ ഇത് ഫോൺ പിടി. തല മുക്കിയിട്ട് തല നനയോ? അതിട്ടൊരു തുടപ്പുള്ള ചായ. ചെവിക്കകത്ത് മൂക്കിക്കകത്ത് മതിരി ഇറങ്ങി വിറക്കണേ ഉണ്ടോ? നല്ല വിറക്കണ്. തണുപ്പല്ല, ഒരു വിറയൽ, ഒരു പരിപ്പല്ലേ, ഒരു റിയാക്ഷൻ ഒരു വിറയൽ. തണുത്തിട്ടല്ല വിറയ്ക്കണ. ഇത് എപ്പോ വാങ്ങിച്ച ബിരിയാണി? നല്ല തണുത്തിരിക്കുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ലോങ് വീഡിയോ മാത്രമല്ല, ഒരുപാട് ഷോർട്സ് എടുക്കാനും നമ്മൾ ട്രൈ ചെയ്തു. അതിൻ്റെ പ്രഹസനമാണ് ഈ കാണുന്നത്. ഈ കണ്ടതിലും വായിച്ചതിലും ഒക്കെയും ഈ ഇൻഫെക്ഷൻ വരും, പിന്നെ ഭയങ്കര ചൊറിച്ചിൽ വരും. ഫുൾ ഷുഗറല്ലേ, ചൊറിച്ചിൽ വരും. അങ്ങനത്തെ മാത്രമേ കേട്ടുള്ളൂ. അല്ലാതെ ഈ വിറയലെന്ന് പറയുന്ന സാധനം എന്തൊരു എന്താണെന്ന് പറഞ്ഞോളൂ. ഈ പ്ലാസ്റ്റിക്കിൻ്റെയും കോക്കോളും തമ്മിൽ റിയാക്ഷൻ വല്ലതും ആണോ അവിടെ? ഒരു തണുപ്പല്ല, ഒരു വിറയൽ, ഭയങ്കര ഒരു വിറയൽ അനുഭവപ്പെടുന്നു. 7 മണിക്കൂറായി. എക്സ്ട്രീം വിറയൽ, തണുപ്പും ഒരു വിറയലും. തോന്നണോ നന്ദു ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന്? ഇതെത്ര ഇനി? 5 അല്ലേ? 5 മണിക്കൂർ കൂടെ ഉണ്ടല്ലേ? അതെ. ഭയങ്കര പറയല്ലേ, സഹിക്കാൻ പറ്റാത്ത പറയല്. ശരി, നിങ്ങൾ ഒറ്റ കൈയിട്ട് ഇങ്ങനെ തിരക്കല്ലേ? കുടിക്കുവാണോ അത്? കോള ഹാംഫുള്ളാണ്. ഹാംഫുള്ളാണേ. രണ്ടെണ്ണം ഔട്ട്. എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ പോയില്ലല്ലേ? ഇപ്പൊ എല്ലാം കൂടെ പറക്കി ഇതിനകത്ത് പറക്കി ഫില്ല് ചെയ്യാം. അങ്ങനെ ഒരു പടം എടുക്കാം കേട്ടോ. ഇപ്പം എല്ലാം കൂടെ ഇട്ടിട്ട് പാട്ട പഴയ ചെമ്പാലി കുറച്ച് ഇതാടാ ചൊക്കന് കൊടുക്കാൻ.
ഇത്രേ ഉള്ളൂ. ഇനി ചായ വേണ്ട? മതി. ചായ വേണ്ട കേട്ടാ. വേറെ വെള്ളത്തിൽ കിടക്കുന്നു, കട്ടൻ കുടിക്കുന്നു, തിരിച്ചു പിടിടാ, തിരിച്ചു പിടിടാ സ്വാമി തലയാ. ഈ മഴ വരണ്ട, നല്ല മഴ വരണ്ട. കിച്ചുവിന് ചെറിയ ആരുമില്ല. നാളെ കിച്ചുവിന്റെ ചുറ്റും ഒരു 50 പേരെങ്കിലും നിൽക്കുന്നു. ഇതിനകത്ത് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഉണ്ടെന്നോ? 18 പഠിച്ച 18 നോക്കി. ഒറ്റക്കാറല് എന്താണ് നിന്നെ ഈ ചലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്യൂബിലോട്ട് എത്തിക്കാനായിട്ട് നിന്നെ പ്രേരിപ്പിച്ചെന്താണ്? ഞാൻ മുമ്പോട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. ചുമ്മാ കട്ട കഴപ്പ്. മുമ്പേ യൂട്യൂബ് ചെയ്യുന്നുണ്ട്. എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ കോർപ്പറേറ്റ് സ്ട്രൈക്ക് കാരണം അടിച്ചുപോയി. അപ്പം ഇതേപോലെ ചലഞ്ചുകൾ എപ്പോഴും എന്താ പറയുക, എന്നെ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആഗ്രഹിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പം അത്യാവശ്യം ചെയ്യാനൊരു കപ്പാസിറ്റി വന്നു. അപ്പോൾ ചെയ്യുന്നു. ഈ ശരീരം ഇങ്ങനെ വെച്ചുകൊണ്ട് കിടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നടുവൊക്കെ നല്ല വേദന. അതുപോലെ തന്നെ ഈ വിറയൽ സഹിക്കാൻ വയ്യ. ഈ വിറയൽ വന്നുകൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും വീണ്ടും. എന്താണ് തല ഇരിഞ്ഞടക്കണേ? അവിടെ കിടക്കുമ്പോൾ കുറുക്ക് ഞാൻ എടുക്കണം. വിറയിൽ തീർന്നില്ല ഇതുവരെ. ഇവിടെ വിറച്ചിട്ട് വയ്യടാ. ഞാൻ വിറച്ച് പിന്നെ അഡ്ജസ്റ്റ് ആയി. വിറച്ച് അതിൻ്റെ കൂടെ കോളക്കാർ മെസ്സേജ് അയച്ചാ എന്റെ ത്യാഗം അവര് കാണുന്നില്ലേ? ഇതിന്ന് എണീക്കുമ്പോ ബാക്കി താഴോട്ടോ ബാക്കി കാണൂ. എന്തൊരു വാളോ. എന്റെ എല്ലുകൾക്ക് ബലം കാണുമോ? ഷുഗറാണ് ബ്രോ. അങ്ങനെ ഉണ്ട്. ബാത്റൂം പോകാൻ പറ്റുന്നുണ്ട്, പടുക്കാൻ പോകാൻ പറ്റുന്നുണ്ട്, തണുക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. ചേച്ചി നമ്മളെ കിച്ചു 10 മണിക്കൂറായിട്ട് കൊക്കക്കോള കിടക്കുന്നു. അച്ചു നന്ദുവും നിങ്ങൾ അനിയ എന്തുകൊണ്ട് കൊറേ എത്ര 10 മണിക്കൂർ എന്തിനായി കൊക്കക്കോളക്കകത്ത് മുങ്ങി കിടക്കണ്? തല മാത്രം പൊങ്ങി കിടക്കണ്, കരയണ്. ചലഞ്ചാണ് 12 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂറും കൂടെ ഉള്ളൂ. കംപ്ലീറ്റ് ആകുമ്പോ വിളിക്കാം. എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നണം. ഞാൻ പറയണം, രാവിലെ തൊട്ടേ പറയണം. പിന്നല്ലാതെ ഊമ്പി എന്നാണ് തോന്നണേ ചെറുക്കൻ. കഴപ്പേശിതോ കരയണ്. ഇതൊരു പാടോ. ഏതൊരു ഒളിത്താവളത്തേക്കിലാണ് വന്നിരിക്കണ്. മഴ പെയ്ത് ഇപ്പം കുറഞ്ഞ്. നമ്മള് 3 പേരും. അതായത് ഈ പാല് വെള്ളത്തിൽ മുങ്ങി കിടക്കണ തവളെ പോലെ. തവളെ പോലെ തന്നെ. കിച്ചു 11 മണിക്കൂർ കഴിഞ്ഞാ? 11 മണിക്കൂർ കഴിഞ്ഞ് 14 മിനിറ്റ് ആയി. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? ഇനി എത്ര മിനിറ്റ് ഉണ്ട് ബാക്കി? 12 ആവാൻ 15 46 മിനിറ്റ്. 46 മിനിറ്റ് അല്ലേ? 46 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ കിച്ചു. ഞാൻ ഒരു ഉറക്കം കേട്ടോ.
തടുത്ത് വിറയ്ക്കുന്നു. വേണ്ട ഉറങ്ങണ്ട ഉറങ്ങണ്ടേ? ഇനിയോടെ നിമിഷങ്ങളാണ്. ഇനി 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓ 15 മിനിറ്റ് കൂടെ ഉള്ളൂ. 15 മിനിറ്റേ ഉള്ളൂ. ഓ കട്ടൈക്കട പറ്റും. കണ്ണുറക്കാൻ വയ്യ വെട്ടം. എടേ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് കുളിക്കണം നല്ല വെള്ളത്തിൽ. ഈ ഫുൾ ഒട്ടാണ് ഇപ്പൊ തന്നെ, ഒരുമാതിരി ദേഹമൊക്കെ ഒരുമാതിരി ഒട്ടുന്നു. പിന്നെ ഒട്ടാതെ പിന്നെ മധുരത്തിൽ കിടന്നു. അതുപോലെ എനിക്ക് വെള്ളം അറേഞ്ച് ചെയ്ത് വയ്ക്കൂ. ഒരു 2 വെള്ളം അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം. തേൻ ഒഴിച്ച് വെച്ചതുപോലെ ഇരിക്കുന്നു. ഫുൾ ദേഹം ഒരുമാതിരി ഒട്ടുന്നു. ഒട്ടുന്നു. കഴിഞ്ഞാ 12 കാല് വയ്ക്കാൻ പോവാണ്. 12 മണിക്കൂർ ശേഷം ഭൂമിയിൽ. അതിനകത്ത് കിടന്ന് വാരിയിലേക്ക് ഒടിഞ്ഞെന്ന്. എന്താണ് അഭിപ്രായം കൊക്കോകോളയെ പറ്റി? കൊക്കോകോള വളരെ നല്ലൊരു ഡ്രിങ്കാണ്, എല്ലാവരും കുടിക്കുക. Don't repeat this at home. Don't repeat this at home. Don't try this at home. Okay, don't try this at home.